ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയ T20 വേൾഡ് കപ്പിലെ രണ്ടാം സെമി ഫൈനലിന് ഇന്ന് ഗയാന വേദിയായിരുന്നു. ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ ഇന്ന് ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിന് അയച്ചു. എന്നാൽ ആ തീരുമാനം ഒരു വൻ അബദ്ധമായി മാറുകയായിരുന്നു. കാരണം ടോസ് നഷ്ടമായതിന് പിന്നാലെ തന്നെ രോഹിത് ശർമ്മ പറഞ്ഞത്, ഞങ്ങൾക്ക് ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളും ആദ്യം ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്നായിരുന്നു. ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നേടിയത് 20 ഓവറിൽ 7 വിക്കറ്റിന് 171 റൺസാണ്. അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ പ്രധാന സ്കോറർ. 39 പന്തിൽ 57 റൺസാണ് ഇന്ത്യൻ നായകൻ നേടിയത്. 6 ബൗണ്ടറിയും 2 സിക്സറും താരം പറത്തി. 36 പന്തിൽ 47 റൺസ് നേടിയ സൂര്യകുമാർ യാദവ്, 13 പന്തിൽ 23 റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യ എന്നിവരും മോശമാക്കിയില്ല. 9 പന്തിൽ 17 റൺസ് നേടിയ രവീന്ദ്ര ജഡേജയും അവസാന ഓവറുകളിൽ സ്കോർ ഉയർത്തി. അതേസമയം 9 റൺസിന് പുറത്തായ വിരാട് കോഹ്ലി, 4 റൺസ് മാത്രം നേടിയ ഋഷഭ് പന്ത്, 0-ന് പുറത്തായ ശിവം ദുബെ എന്നിവർ നിരാശപ്പെടുത്തി. മറുപടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിലും വിജയം നേടുമെന്ന് തോന്നിപ്പിച്ചില്ല. അക്സർ പട്ടേലും കുൽദീപ് യാദവും ചേർന്ന് ഇംഗ്ലണ്ട് ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കി. 50 റൺസ് കടക്കും മുമ്പേ അവരുടെ മുൻനിരയിലെ 5 ബാറ്റർമാരും കൂടാരം കയറിയിരുന്നു. 15 പന്തിൽ 23 റൺസ് നേടിയ ജോസ് ബട്ട്ലർ, 19 പന്തിൽ 25 റൺസ് നേടിയ ഹാരി ബ്രൂക്ക് എന്നിവരെ മാറ്റി നിർത്തിയാൽ മുൻനിരയിൽ ആരും തന്നെ 2 അക്കം പോലും കടന്നില്ല. അധികം വൈകാതെ ഇന്ത്യ ആധികാരികമായ വിജയത്തിലേക്കെത്തി. T20 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ നാളെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായി ഏറ്റുമുട്ടും.